നമസ്കാരം. ആയിരത്തി 1960 ഏപ്രിലിൽ TA റാലി എന്നുള്ള കമ്പനിയുടെ ഫോർമേഷനോടുകൂടി സൈക്കിൾ വ്യവസായത്തിൽ ഒരു കുതിച്ചുചാട്ടമാണ് പിന്നെ കാണുന്നത്. US, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചു. ഒപ്പം റാലി ചില പുതിയ രൂപത്തിലുള്ള സൈക്കിൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതുവരെ ഹെവി സ്റ്റീൽ ഫ്രെയിം ഉപയോഗിച്ചിട്ടുള്ള സൈക്കിളായിരുന്നെങ്കിൽ അതുകൂടാതെ ലൈറ്റ് വെയ്റ്റ് ഫ്രെയിംസ്. അതിനുള്ളൊരു പ്രധാന കാരണം TA എന്നുള്ള കമ്പനിയായിട്ടുള്ള ലയനമാണ്. TA കമ്പനി ആ സമയത്ത് തന്നെ മറ്റൊരു മെറ്റൽ ഇൻഡസ്ട്രീസ് ഏറ്റെടുക്കുന്നു, അതായത് റെയ്നോൾഡ്സ് എന്നൊരു കമ്പനി. ഈ റെയ്നോൾഡ്സ് കമ്പനിയുടെ പ്രത്യേകത ലൈറ്റ് വെയ്റ്റ് അലോയ്സ്, പ്രധാനമായിട്ട് അലുമിനം, മാംഗനീസ്, മോളിബ്ഡിനം എന്നീ മെറ്റൽസ് ഉപയോഗിച്ചുള്ള ലൈറ്റ് വെയ്റ്റ് അലോയ് ട്യൂബുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു റെയ്നോൾഡ്സ്. അത് ടിയയുടെ കീഴിൽ വന്നതോടെ ടിയയുടെ കീഴിലുള്ള സൈക്കിൾസ് എല്ലാം ലൈറ്റ് വെയ്റ്റ് ഫ്രെയിംസ് ഉപയോഗിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ അതൊരു ട്രെൻഡായിരുന്നു. കാരണം അതാകുമ്പം ചവിട്ടാൻ എളുപ്പമാണ്, കൊണ്ടു നടക്കാൻ എളുപ്പമാണ്, പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ തുരുമ്പ് പിടിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് നല്ല റോഡുകളല്ലെങ്കിൽ അതിന് പെട്ടെന്ന് യാത്രാക്ഷീണം അനുഭവപ്പെടും. അതുകൂടാതെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. തുരുമ്പ് പിടിക്കില്ലെങ്കിലും ബലം സ്റ്റീലിൻ്റെ അത്ര ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും അതൊരു വലിയ ട്രെൻഡായിരുന്നു. 1962 റാലി TI ഗ്രൂപ്പ് ഏറ്റെടുത്ത മറ്റൊരു കമ്പനിയായിരുന്നു ബ്രൂക്സ് എന്ന കമ്പനി. അതായത് സൈക്കിളിന്റെ സാഡിൽ, നമ്മൾ സീറ്റ് എന്ന് സാധാരണ പറയുന്ന സാഡിൽ മാനുഫാക്ചറിങ് കുത്തകയായിരുന്നു ബ്രൂക്സ് കമ്പനി. 1880 ബ്രൂക്സ് കമ്പനി സ്ഥാപിതമാവുന്നത്. ജോൺ ബോൾബി ബ്രൂക്സ് എന്നായിരുന്നു അതിന്റെ സ്ഥാപകന്റെ പേര്. ആദ്യമായിട്ട് സൈക്കിളിന്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. കുതിരകൾ പെട്ടെന്ന് ചത്തുടങ്ങിയപ്പോഴാണ് സൈക്കിളിന്റെ തുടക്കം വന്നത്. അതേപോലെ തന്നെ ആയിരുന്നു ഈ ജോൺ ബ്രൂക്സിന്റെ അവസ്ഥ. അദ്ദേഹത്തിന്റെ കുതിര ചത്തുപോയപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു സൈക്കിൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ആ കാലത്തിലെല്ലാം സൈക്കിളിന് മരം കൊണ്ടുള്ള സീറ്റുകളായിരുന്നു. അത് തീരെ യാത്രാസുഖമില്ല എന്ന് മനസ്സിലാക്കിയ ബ്രൂക്സ് ഡിസൈൻ ചെയ്ത സീറ്റുകളാണ് പിന്നീട് വളരെ കാലം ഇന്നും പ്രധാനമായിട്ടും സൈക്കിളിൽ ഉപയോഗിക്കുന്നത്. അന്ന് അത്തരം സീറ്റുകളുടെ പേറ്റന്റ് ബ്രൂക്സിനായിരുന്നു. മറ്റൊരു കമ്പനിക്കും ആ ഷേപ്പിലുള്ള സീറ്റുകൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ കമ്പനി പിന്നീട് സ്ഥാപകന്റെ ഭരണശേഷം അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്കൊന്നും കമ്പനി കൊണ്ട് നടക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ 1962 TA റാലി ഗ്രൂപ്പ് ബ്രൂക്സ് കമ്പനി ഏറ്റെടുത്തു. 1960കളിൽ സംഭവിച്ച സൈക്കിളുകളുടെ മേഖലയിലെ മറ്റൊരു വൻ കുതിച്ചുചാട്ടമായിരുന്നു മോൾട്ടൺ എന്നുള്ള കമ്പനിയുടെ ഉദയം. 1885 ഹംബർ സേഫ്റ്റി സൈക്കിൾസ് കണ്ടുപിടിച്ചതിന് ശേഷമുള്ള മറ്റൊരു വിപ്ലവകരമായ മുന്നേറ്റം അതായിരുന്നു മോൾട്ടൺ സൈക്കിൾസ്. അതായത് നമുക്കറിയാം, ആദ്യകാലത്തുള്ള സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഹൈറ്റിനനുസരിച്ച് ഫ്രെയിം സൈസ് മാറും. അതുപോലെ ലേഡീസിന് ഉള്ള സൈക്കിളിൻ്റെ ഫ്രെയിം വ്യത്യാസമുണ്ട്. കാരണം അന്നൊക്കെ ലേഡീസ് ധരിച്ചിരുന്ന വേഷം ഉപയോഗിച്ച് സാധാരണ സൈക്കിളുകളിൽ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നും എൻ്റെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇതെന്നെല്ലാം വ്യത്യസ്തമായ ഒരു സൈക്കിളായിരുന്നു മോൾട്ടൺ നിർമ്മിച്ചിരുന്നത്. വളരെ ചെറിയ ഫ്രെയിം, ചെറിയ വീൽസ്, എന്നാൽ അതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏത് ഹൈറ്റിലുള്ള ആൾക്കാർക്കും സുഖമായിട്ട് അതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ചെറിയ വീലുകൾ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് യാത്രാസുഖം കുറവായിരിക്കും, യാത്ര കുറച്ച് ബമ്പി ആയിരിക്കും, ചാട്ടമൊക്കെ കൂടുതലായിരിക്കും. അത് ഒഴിവാക്കുന്നതിനായിട്ട് മോൾട്ടൺ അതിലെ ഷോക്ക് അബ്സോർബേഴ്സ് കൊണ്ടുവന്നു. ആദ്യമായിട്ട് സൈക്കിളിന്റെ ഷോക്ക് അബ്സോർബർ കൊണ്ടുവന്നത് മോൾട്ടനാണ്. അലക്സ് എറിക് മോൾട്ടൺ അതായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് സൈക്കിളുകളിൽ ഇത്തരം ഒരു കുതിച്ചുചാട്ടം, ആദ്യമായിട്ട് ഷോക്ക് അബ്സോർബറും യൂണിവേഴ്സൽ ഫ്രെയിം എന്നറിയപ്പെടുന്ന എത്ര ചെറിയ കുട്ടിക്കും എത്ര വലിയൊരു മനുഷ്യനും ഒരേ രീതിയിൽ ഉപയോഗിക്കാവുന്ന തരം സൈക്കിൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് മോൾട്ടൺ ആയിരുന്നു. പക്ഷെ വില അല്പം കൂടുതലായിരുന്നു. പ്രധാനമായിട്ടും ഈ ഷോക്ക് അബ്സോർബറിന്റെ ഉപയോഗം കാരണം അതിന് വില ഇത്തിരി കൂടുതലായിരുന്നു. അതിന് ബദലായിട്ട് റാലി കൊണ്ടുവന്ന ഒരു സൈക്കിളായിരുന്നു RSW.
അതിൽ വരുത്തിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഷോക്ക് അബ്സോർബർ ഒഴിവാക്കി. അപ്പോൾ അതിൻ്റെ വില വല്ലാതെ കുറഞ്ഞു. പക്ഷേ യാത്രാസുഖം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ചെയ്ത മറ്റൊരു കാര്യം, അതിൽ ബലൂൺ ടയേഴ്സ് നടപ്പിലാക്കി. അതായത് നമ്മൾ ഇന്ന് ചില സൈക്കിളുകളിൽ കാണുന്ന രീതിയിൽ വളരെയധികം വീതി കൂടിയ ടയേഴ്സ്. അത് ചവിട്ടാനത്തിന് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും വില കുറവായതുകൊണ്ട് അത് പെട്ടെന്ന് ജനപ്രീതി നേടി. അങ്ങനെ വന്നപ്പോൾ മോൾട്ടൻ്റെ പ്രചാരം കുറഞ്ഞു. 1967 മോൾട്ടൺ സൈക്കിൾസ് റാലി ഏറ്റെടുത്തു. പിന്നെ ഏതൊരു കാര്യവും ഉള്ളപ്പോഴാണല്ലോ അതിന് വില അറിയാത്തത്. ഈ കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ മോൾട്ടൺ സൈക്കിൾസ് റാലി ഏറ്റെടുത്തു. പക്ഷെ അതിൻ്റെ പ്രൊഡക്ഷൻ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല. അവരുടെ RSW മാത്രമായി പിന്നീട് പ്രൊഡക്ഷൻ. ആ സമയത്ത് പിന്നെ ആൾക്കാർക്ക് അതിൽ താല്പര്യം സ്വാഭാവികമായിട്ടും, ഇല്ലാത്തത് കിട്ടാനാണല്ലോ മനുഷ്യൻ്റെ ശ്രമം. അങ്ങനെ മോൾട്ടൺ സൈക്കിൾസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള മനുഷ്യരന്ന് അവിടെ ഉണ്ടായി തുടങ്ങി. 1980 അലക്സ് മോൾട്ടൺ റാലിയുടെ നിന്ന് മോൾട്ടൺ സൈക്കിൾസ് തിരിച്ചു വാങ്ങിച്ചു, വീണ്ടും പ്രൊഡക്ഷൻ തുടങ്ങി എന്നുള്ളത് മറ്റൊരു കാര്യം. ഒപ്പം ഹെർക്കുലീസിൻ്റെ കുത്തകയായിരുന്നു കയറ്റുമതി. ആ മേഖലയിലേക്ക് TA റാലി കമ്പനി മുന്നേറുകയാണ്. വീണ്ടും ഹെർക്കുലീസിൽ ചില പ്രശ്നങ്ങളൊക്കെ, പഴയ കാലത്ത് ടെഡ് സോൾവ് ചെയ്ത തൊഴിൽ പ്രശ്നങ്ങൾ വീണ്ടും ഹെർക്കുലീസ് കമ്പനിയിൽ തലപൊക്കി. ഇത്തവണ അധികകാലം പൊങ്ങിയില്ല. TA റാലി ഗ്രൂപ്പ് ഹെർക്കുലീസ് കമ്പനി അടച്ചുപൂട്ടി. ഹെർക്കുലീസിൻ്റെ പ്രൊഡക്ഷൻ അതോടെ അവസാനിച്ചു. ഇന്ന് ഹെർക്കുലീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലും മറ്റ് ചില ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസിലും മാത്രമാണ്. US കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി റാലി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു ലൈറ്റ് വെയ്റ്റ് സൈക്കിളായിരുന്നു ചോപ്പർ. 1968 പ്രൊഡക്ഷൻ ആരംഭിച്ചു. അത് വൻ പ്രചാരം നേടി. US ധാരാളം സൈക്കിൾസ് വിറ്റഴിഞ്ഞു. അത് ആ കാലഘട്ടത്തിൽ തന്നെ TA റാലി ഗ്രൂപ്പ് ആരംഭിച്ച മറ്റൊരു പദ്ധതിയായിരുന്നു ഒരു സൈക്കിൾ റേസ് ടീം. ഡച്ചുകാരനായ പീറ്റർ പോസ്റ്റ് എന്ന വ്യക്തിക്കായിരുന്നു അതിൻ്റെ നേതൃത്വം. അദ്ദേഹം വളരെ കാലം ഇന്റർനാഷണൽ സൈക്കിൾ ചാമ്പ്യനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏതായാലും TA റാലി സൈക്കിൾ ടീം ഒരുപാട് ചാമ്പ്യൻഷിപ്പുകൾ നേടി. 1972 മുതൽ 83 വരെയുള്ള 12 വർഷ കാലയളവിൽ ഏകദേശം ഇന്റർനാഷണൽ ലെവലിൽ 900 സൈക്കിൾ റേസുകൾ ആ ടീം ജയിച്ചു. പക്ഷേ 83 റാലി അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. പക്ഷെ ടീം കളർന്നില്ല. അതിന് ജപ്പാനിലെ പാനാസോണിക് കമ്പനി ഏറ്റെടുത്തു എന്നുള്ളത് വേറെ കാര്യം. 1970കളുടെ തുടക്കത്തിൽ US കാനഡയിലേക്കുള്ള കയറ്റുമതി ഒന്നും മന്ദീഭവിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ രാജ്യങ്ങൾ ഇറക്കുമതി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹൈ ടാരിഫ് ഏർപ്പെടുത്തി. ഇപ്പം നമ്മുടെ ട്രംപ് പല രാജ്യങ്ങൾക്കും ചെയ്യുന്ന പോലെ അന്ന് സൈക്കിളുകളുടെ കാര്യത്തിൽ US കാനഡയൊക്കെ അത്തരം ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അതോടെ 72 കാനഡയിലും അധികം വയ്യാതെ US TA റാലി ഗ്രൂപ്പ് ഓരോ ഫാക്ടറികൾ സ്ഥാപിച്ചു. പ്രധാനമായിട്ടും ചോപ്പർ എന്നുള്ള ലൈറ്റ് വെയ്റ്റ് സൈക്കിൾസാണ് ആ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്തിരുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ പ്രചാരം നേടുകയും ചെയ്തു. 1982 US ചോപ്പറിന്റെ ഉൽപാദനം ഹഫി എന്ന ഒരു കമ്പനി റാലിയുടെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നു. പക്ഷെ ഒരു കുഴപ്പം, വിലയ്ക്ക് വാങ്ങിച്ചപ്പോൾ ചെറിയൊരു മണ്ടത്തരം കാണിച്ചു. സൈക്കിളിന്റെ പ്രൊഡക്ഷനുള്ള അനുവാദം മാത്രമേ വാങ്ങിച്ചുള്ളൂ. റാലി എന്നുള്ള പേര് ഉപയോഗിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ഹഫി എന്നുള്ള ബ്രാൻഡ് പക്ഷെ ജനങ്ങൾ സ്വീകരിച്ചില്ല. 1986 അവരെല്ലാം തിരിച്ച് റാലിക്ക് തന്നെ കൊടുത്തു. ഏകദേശം 2012 വരെ US കാനഡയിലും നല്ല രീതിയിലൊക്കെ പ്രൊഡക്ഷൻ നടന്നു. പ്രത്യേകിച്ച് ഈ ചോപ്പർ സൈക്കിൾ നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു. പഴയ അംബാസഡർ കാർ പോലെ Mark 1, Mark 2, Mark 3 എന്നിങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഓരോ സമയത്തും ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി അത് വിറ്റഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സൈക്കിളുകളുടെ കാര്യത്തിൽ അമേരിക്ക, കാനഡ, യൂറോപ്പിലെ
മിക്കവാറും എല്ലാ വികസിത രാജ്യങ്ങളിലും ജൈത്രയാത്ര നടത്തിയ റാലി കാലത്തിൻ്റെ കാവ്യനീതി അഥവാ ദൈവനിശ്ചയം എന്നെല്ലാം പറയുന്ന പോലെ ഒന്നിനും സ്ഥിരമായ നിലനിൽപ്പില്ലല്ലോ. അങ്ങനെ റാലിയുടെ പതനത്തിൻ്റെ കഥ അടുത്ത വീഡിയോയിൽ.